MLA CK ആശയ്ക്കെതിരെ വൈക്കം നഗരസഭ ചെയർപേഴ്സൺ പ്രീത രാജേഷ് രംഗത്ത് വന്നു. വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് MLA ഇടപെട്ട് തടഞ്ഞെന്നാണ് പരാതി. ഇതോടെ മാലിന്യ നീക്കം പ്രതിസന്ധിയിലായെന്നും പ്രീത രാജേഷ് കുറ്റപ്പെടുത്തി. വൈക്കം നഗരസഭ വളരെ ചെറിയൊരു നഗരസഭയാണ്. ഈ നഗരസഭയുടെ അതിർത്തിയും ചെറുതാണ്. ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നവരെ നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എല്ലാവർക്കും ലൈസൻസ്, വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് കൊടുത്തുള്ളത്. ഇത് കൂടുതലും വെളിയിൽ വന്ന ഈ ബിനാമികളെ ഒഴിപ്പിക്കുന്നതിന് നമ്മൾ തീരുമാനം എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തപ്പോൾ MLAയും മുൻ MLAയും മുൻ ചെയർമാൻമാരുൾപ്പെടെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും നിങ്ങൾ തിരിച്ചവിടെ കൊണ്ടുവന്ന് കട വെച്ചോ, ഞങ്ങൾ നിങ്ങളെ സംരക്ഷിച്ചോളാം എന്നാണ് പറഞ്ഞതെന്നാണ് നമ്മൾ അറിഞ്ഞത്. അത് അവർ പറഞ്ഞുള്ള അറിവാണ്. അങ്ങനെയാണെങ്കിൽ ഇത് നിയമത്തോടും അതോടൊപ്പം ഈ നാടിനോടും ചെയ്യുന്ന വളരെ വലിയ തെറ്റ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ വിശദാംശങ്ങളുമായി ചെന്ന്. ടോബി, ഗുഡ് മോർണിംഗ്. പറയും. ഗുഡ് മോർണിംഗ് SKN. ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് MLAയും നഗരസഭയും നേർക്കുനേർ ഒരു പോരാട്ടത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് 21-ാം തീയതിയാണ് ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് നഗരസഭ എത്തുന്നത്. PWDയുടെയും അതുപോലെ തന്നെ RDO അടക്കമുള്ളവരുടെ പിന്തുണയോടുകൂടി പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒഴിപ്പിക്കാനായിരുന്നു ശ്രമം നടന്നത്. എന്നാൽ അത് തടയുകയും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. MLA അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർത്തി. കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് MLA പോയി. അതേ തുടർന്ന് ഈ അറസ്റ്റ് ചെയ്തവരെ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA പോലീസ് സ്റ്റേഷന്റെ മുൻപാകെ കുത്തിയിരുന്ന് സമരം ചെയ്യുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചു. ഇത്തരത്തിൽ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് MLAയും മുൻ MLAയും അതുപോലെ തന്നെ മുൻ നഗരസഭാ ചെയർമാനും അടക്കമുള്ളവർ നിൽക്കുന്നുവെന്നാണ് നിലവിലെ ഭരണസമിതി പറയുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ അടക്കം പറയുന്നത്. ഇതുമൂലം വഴിയോര കച്ചവടക്കാർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മത്സ്യവ്യാപാരികൾ അടക്കമുള്ളവരുണ്ട്. ഇവർ അവിടെ മാലിന്യം ഉപേക്ഷിക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട് എന്നാണ് ഈ നഗരസഭ പറയുന്നത്. ഇതേ തുടർന്ന് വലിയൊരു തർക്കത്തിലേക്ക് പോവുകയാണ്. നിയമം നടപ്പാക്കാൻ MLA അനുവദിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യമാണ് ഈ ചെയർപേഴ്സൺ അടക്കമുള്ളവർ പറയുന്നത്. ഇതേ തുടർന്ന് കളക്ടർക്കടക്കം ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടും നൽകിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു വെക്കുന്നു. എന്തായാലും ഈ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കത്തിലേക്ക് MLAയും നഗരസഭയും പോകുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ. വിജയൻ്റെ ഒരു സംശയം, ഫോൺ മാറ്റി ടാബാക്കിയത് എന്താണ് SKN എന്ന് ചോദിക്കുന്നു. ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി, അത് തന്നെ കാര്യം.